എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പം സൺഡേ ആണ്. അപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏകദേശം ഒരു 4:30 ആയ സമയം. ഇത്ര നേരം വരെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു, വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് TV ഒക്കെ കണ്ട് അങ്ങനെ ഈ സമയം പോയി. അപ്പം ഇന്ന് വൈകുന്നേരം 4:00ക്ക് ശേഷം ഉള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമുക്കൊന്ന് മാർക്കറ്റിൽ പോകണം. അത്രയൊക്കെ ഉള്ളൂ, വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇനി എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കമോൺ. അപ്പം ഞാനിതേ കുളിച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. സമയം ഒരു 5 o'clock ആയി. അപ്പം ഇത് കണ്ടോ, എൻ്റെ മുഖത്ത് കുറേ പിമ്പിൾസും അതേപോലെ കുറേ മാർക്സും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ മാറാൻ വേണ്ടി ഞാൻ കുറേ സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ തച്ചു ദേ ഉറങ്ങുകയാണ്. അവന് ഈ ഊഞ്ഞാലിൽ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളൊരു ഉറക്കമുണ്ട്. പിന്നെ വൈകുന്നേരം ആവും അവന് എണീക്കാൻ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു സൺലൈറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഹോളിലേക്ക്. കാണാൻ നല്ല ഭംഗിയാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു, കുറേ പഴയ മെലഡീസൊക്കെ വെച്ച്. അതൊക്കെ പഴയ കാലത്തെ മെലഡി പാർട്സൊക്കെ എനിക്ക് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു. ചായ വെച്ചിട്ട് വേണം തച്ചുക്കുട്ടിനെ വിളിച്ച് ഉണർത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു വാട്ടർ ബോട്ടിലാട്ടോ. ഇതൊരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിമ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ലിറ്റേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഇതിൽ കൂടുതൽ എക്സ്ട്രായും ഞാൻ കുടിക്കും കേട്ടോ. ഒരു 2.5 ലിറ്ററോളം വെള്ളം ഞാൻ ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സിദ്ധു ഇവിടെ ഇല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ്. സമയം 5:15 തച്ചുകൂട്ടനെ എണീപ്പിക്കണം. പിന്നെ എന്നിട്ട് ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് തച്ചുകൂട്ടനെ എണീപ്പിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ തച്ചുവിനെ എണീപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടൻ ചായയാണ് ഞങ്ങൾ വൈകുന്നേരം മിക്കപ്പോഴും കുടിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇത് തച്ചുവിനെ എണീപ്പിച്ചു. അവനാണെങ്കിൽ ഉറങ്ങി എണീക്കാൻ ഭയങ്കര പാടാട്ടോ. ഉറങ്ങാനും ഭയങ്കര പാടാണ്, അതുപോലെ തന്നെ ഉറങ്ങി എണീക്കാനും ഭയങ്കര പാടാണ്. അപ്പോൾ വണ്ടി എന്തെങ്കിലും വരുന്നുണ്ട്, ലോറി, കാറ്, അങ്ങനെ എന്തെങ്കിലും വണ്ടികളുടെയൊക്കെ പേര് പറഞ്ഞിട്ടാട്ടോ ഞാൻ എണീപ്പിക്കാറ്. അപ്പോഴാണ് പിന്നെയും ആളൊന്ന് വേഗം ആക്റ്റീവ് ആവാറുള്ളത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങളിങ്ങനെ ചായയും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കുഞ്ഞ് സ്നാക്സ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ തച്ചു കഴിക്കാറുള്ളത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ ചായ ഒന്നും അവൻ കുടിക്കാറില്ല. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ പാലൊക്കെ കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പം ബിസ്ക്കറ്റ് അവൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചായയും ബിസ്ക്കറ്റായിട്ട് ഞങ്ങൾ കഴിച്ചു. സിദ്ധു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഇടയ്ക്ക് വെഡ്ഡിങ് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ചുമ്മാ ഒഫീഷ്യലായിട്ട് ഇടുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് വിട്ടു. നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനുണ്ട്. നമ്മളിങ്ങനെ മെയിനായിട്ട് ഈ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടും. അത്യാവശ്യം അഫോർഡബിൾ ആയിരിക്കും. ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ്. നമ്മളിങ്ങനെ ചന്തയിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതെല്ലാം വീട്ടിൽ കൊണ്ട് വെച്ച് നമ്മൾ വീണ്ടും ഇറങ്ങി. അപ്പം നമ്മളിന്ന് പോയത് ഒരു കേരള സ്വാദ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇതൊരു കുഞ്ഞി റെസ്റ്റോറൻ്റാണ്. അപ്പം ഇത് സർജപ്പൂർ റോട്ടിലാണുള്ളത്. അപ്പം അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, മലയാളികൾക്ക് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ചെറുതാണെങ്കിലും നമ്മുടെ നാടൻ കേരള ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് അവിടെ നിന്ന് ഒരു കട്ട്ലേറ്റും അതുപോലെ ഒരു എഗ് ബജിയും ചായയുമാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കട്ട്ലേറ്റ് കാണാൻ ഒരു വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചത് ചിക്കനും കപ്പയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ വളരെ അഫോർഡബിൾ ആണ്. 100 സംതിങ് എങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർ അത്യാവശ്യം ഫില്ലായി. പിന്നെ ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഇന്ന് ഡിന്നറൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളൊരു അനിമൽ മൂവിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് TV കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ വയറ് ഫുള്ളായത് കാരണം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ട് പിന്നെ തച്ചുകൊണ്ട് ഞാൻ ചോറും കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളിന്ന് മേടിച്ച സാധനങ്ങളാണ് മാർക്കറ്റിൽ നിന്ന്. അപ്പം നമുക്ക് അതൊക്കെ അടുക്കി പറക്കി വെക്കണം. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ ഇന്ന്. പിന്നെ നമ്മളിന്ന് വാങ്ങിച്ച മുന്തിരി തച്ചുവിന് കഴിക്കാനായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് അത് വാഷ് ചെയ്തിട്ട് കൊണ്ട് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല മുന്തിരി ആയിരുന്നേ. പിന്നെ സിദ്ധു ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. തച്ചുക്കുട്ടൻ ഇവിടെ മുന്തിരി കഴിക്കുകയാണ്. തച്ചു ഓൾറെഡി ഫുഡൊക്കെ നന്നായിട്ട് വയറ് നിറയെ കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഉള്ളത്. നീ പോയി നോക്ക്, അമ്മ വരുന്നില്ല. തച്ചുക്കുട്ടൻ പോയി ജീപ്പ് നോക്കിക്കോ.
ജിമ്മ് നോക്കാന്ന്. അതാ ജിമ്മ്, അതാ കാണുന്നു ജിമ്മ്. പിന്നെ ഞാൻ അലക്കിയ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ അതെല്ലാം മടക്കി വെച്ചു. എന്താടാ? നീ ഒളിക്കീട്ടാ? അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ എല്ലാം അവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഇന്നും രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് ഫുൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ അതേ കിച്ചണും ഫുൾ ക്ലീൻ ചെയ്തു. എല്ലായിടും ഭയങ്കര ക്ലീനാണ്. പിന്നെ അതുപോലെ റൂമും എല്ലാം തുണികളെല്ലാം മടക്കി വെക്കാനുള്ളതെല്ലാം മടക്കി വെച്ചു, എല്ലാം മടക്കി പെറുക്കി വെച്ചു, ക്ലീൻ ചെയ്തു കേട്ടോ. ഞാൻ നാളെ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഗോതമ്പ് പുട്ടും കടലക്കറിയുമാണ് കേട്ടോ. ഞാൻ ഈ ബ്രൗൺ കടലയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. എനിക്ക് ആ വൈറ്റ് കടല അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. പിന്നെ കൂടുതൽ പ്രോട്ടീൻ ഉള്ളതും ഈ ഒരു ബ്രൗൺ കടലയിലാണല്ലോ. അപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ തച്ചുക്കുട്ടൻ എൻ്റെ അടുത്ത് വന്ന് കളിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ് കേട്ടോ. രാത്രി എപ്പോഴും ഭയങ്കര കളിയാണ് ഇവിടെ. പിന്നെ തച്ചുവിന് രാവിലെ കൊടുക്കാനായിട്ട് നമ്മൾ ഡ്രൈ ഗ്രേപ്സും അതുപോലെ ബദാമും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈയിടെയായിട്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സാധനം കേട്ടോ, ഒരു അടിപൊളി ടോണർ. അപ്പോൾ ഈ ടോണി മോളി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ടോണറാണിത്. ഇതൊരു റൈസ് വാട്ടർ ഫോമിൽ വരുന്നൊരു ടോണറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് ഒരു 1200 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്ത് ഞാൻ ഒരു 1-2 വീക്സ് ആയി ഞാനത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര, എൻ്റെ ഓയിലി സ്കിന്നാണ്, എൻ്റെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ടോണറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടോണറൊക്കെ ഇട്ട് സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോയും കണ്ടൻസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.